നമസ്കാരം. വിതരണ കേന്ദ്രത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന പോളിംഗ് സാമഗ്രികൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും അവയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മാർക്ക്ഡ് കോപ്പി ഓഫ് ഇലക്ടറൽ റോൾ. ഫസ്റ്റ് പോളിംഗ് ഓഫീസറാണ് അതിൻ്റെ കസ്റ്റോഡിയൻ. അതുപോലെ തന്നെ എക്സ്ട്രാ കോപ്പി ഓഫ് ഇലക്ടറൽ റോൾ. ഇതിൽ തിരുത്തലുകളിൽ ഇല്ല എന്നും ക്രമനമ്പറിൽ കൂട്ടിച്ചേർക്കലുകൾ ഇല്ല എന്നും ഉറപ്പുവരുത്തണം. മോക്ക് പോളിന് ശേഷം കൺട്രോൾ യൂണിറ്റ് സീൽ ചെയ്യുവാനുള്ള ഗ്രീൻ പേപ്പർ സീൽ, സ്ട്രിപ്പ് സീൽ, സ്പെഷ്യൽ ടാഗ്, അഡ്രസ് ടാഗ് എന്നിവ ലഭിക്കും. ഒരു ചെറിയ നോട്ട്ബുക്കിൽ ഇത്തരം സീലുകളുടെ ക്രമനമ്പറുകളും കൺട്രോൾ യൂണിറ്റിൻ്റെ ബാലറ്റ് യൂണിറ്റിൻ്റെ ക്രമനമ്പറുകൾ ഒക്കെ എഴുതി വെക്കും. സെക്കൻഡ് പോളിംഗ് ഓഫീസർ എൻട്രി വരുത്തുന്ന രജിസ്റ്റർ ഓഫ് വോട്ടേഴ്സ് 21A യുടെ ക്രമനമ്പർ ശരിയായ രൂപത്തിലാണ് എന്ന് ഉറപ്പുവരുത്തുക. നിങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ ഫോമുകളും പുസ്തക രൂപത്തിലാണ് ലഭ്യമാവുക. സ്ക്രീനിൽ കാണുന്ന ലിസ്റ്റ് ഓഫ് ടെൻഡേർഡ് വോട്ട്സ് 21A, അക്കൗണ്ട് ഓഫ് വോട്ട്സ് 24A, ലിസ്റ്റ് ഓഫ് ചലഞ്ച്ഡ് വോട്ട്സ് 21, ലിസ്റ്റ് ഓഫ് ബ്ലൈൻഡ് ആൻഡ് ഇൻഫേം വോട്ട്സ് 22 എല്ലാം അതിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ടെൻഡേർഡ് ബാലറ്റുകൾ സെപ്പറേറ്റ് ലഭിക്കും. അവയും പരിശോധിക്കുക. പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഡയറി അടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും ആ ബുക്കിൽ ഉണ്ടായിരിക്കും. 24A പ്രിസൈഡിംഗ് ഓഫീസർ ഡയറി ഡിക്ലറേഷൻ മുഴുവൻ കാര്യങ്ങളും ഫിൽ ചെയ്യുന്നത് നമ്മൾ കൃത്യമായി വിശദീകരിക്കുന്നതാണ്. മായ്ക്കാൻ പറ്റാത്ത മഷിയുടെ കുപ്പിക്കകത്ത് ആവശ്യമായ മഷിയുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. മഷി ഉണങ്ങിപ്പോയിട്ടില്ല എന്ന കാര്യവും ഉറപ്പുവരുത്തുക. 1200 വോട്ടർ സ്ലിപ്പുകൾ ഓരോ കിറ്റിലും ഉണ്ടായിരിക്കും. ടെൻഡേർഡ് വോട്ടുകൾ ചെയ്യുവാനുള്ള സെൽഫ് ഇങ്ക് പാഡ്, അതിൽ മഷിയുണ്ട് എന്ന കാര്യം ഉറപ്പുവരുത്തുക. മോക്ക് പോളിന് ശേഷം കൺട്രോൾ യൂണിറ്റ് സീൽ ചെയ്യുവാൻ വേണ്ടി ഒരു കാർഡ്ബോർഡ് പീസ് നമുക്ക് ലഭിക്കുന്നതാണ്. സീലിങ്ങിനിടയിൽ അരക്ക് മെഷീനിൽ പതിക്കാതിരിക്കാനാണ് ഇത്. പോളിംഗ് പ്രദേശം കാണിക്കുന്ന നോട്ടീസ് N7, മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് പ്രദർശിപ്പിക്കുന്ന N8 എന്നിവ കൃത്യമായി പൂരിപ്പിക്കുക. ബാലറ്റിൽ കാണുന്ന വിധത്തിൽ തന്നെ അതേ ക്രമത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പേരും അവരുടെ ചിഹ്നവും എഴുതേണ്ടതാണ്. മലയാളത്തിന് പുറമെ പ്രാദേശികമായി കൂടുതൽ സംസാരിക്കുന്ന ഭാഷയിലും കൂടി എഴുതിയാൽ നന്നായിരിക്കും. ഈ നോട്ടീസുകൾ വോട്ടർമാർ കാണുന്ന രീതിയിൽ പോളിംഗ് ബൂത്തിന് പുറത്ത് ഒട്ടിക്കേണ്ടതാണ്. പോളിംഗ് ഏജൻറ്റുമാർക്കുള്ള പാസും പ്രസ്തുത ബുക്കിൽ തന്നെ ലഭ്യമാണ്. വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റും ഇതിനോടൊപ്പം ഉണ്ടായിരിക്കും. വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റ് ജനലിനരികിലാവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. എങ്കിലും ആവശ്യത്തിന് വെളിച്ചം കിട്ടുന്ന രൂപത്തിലായിരിക്കണം സ്ഥാപിക്കേണ്ടത്. സീക്രസി ഓഫ് വോട്ടിംഗ് ഒരു കാരണവശാലും ലംഘിക്കപ്പെടാതിരിക്കണം. പ്രിസൈഡിംഗ് ഓഫീസർ, പോളിംഗ് ഓഫീസർമാർ, പോളിംഗ് ഏജൻറ്റുമാർ, വോട്ടർമാർ ആരും തന്നെ വോട്ട് ചെയ്യുന്നത് കാണാൻ വേണ്ടി പാടില്ല. ആരോ ക്രോസ് മാർക്ക്, പ്രിസൈഡിംഗ് ഓഫീസറുടെ റബ്ബർ സീൽ, ഡിസ്റ്റിങ്വിഷ് മാർക്ക്, പ്രിസൈഡിംഗ് ഓഫീസറുടെ മെറ്റൽ സീൽ തുടങ്ങിയവയും ഇതിനോടൊപ്പം ഉണ്ടായിരിക്കും. സീൽ ചെയ്യുന്ന ഭാഗം മുകൾ ഭാഗത്തു നിന്ന് വിട്ടുപോയിട്ടില്ല എന്ന കാര്യം ഉറപ്പുവരുത്തുക. ഒരു ബൂത്തിലേക്ക് മാത്രം സ്പെസിഫിക് ആയിട്ടുള്ള സീലാണ് ഡിസ്റ്റിങ്വിഷ് മാർക്ക്. ചലഞ്ച് ഫീയുടെ റെസിപ്റ്റ് പുസ്തകത്തിൽ ഉണ്ട്. 1 മുതൽ 5 വരെയുള്ള മേജർ പാക്കറ്റുകളും 1-ാം നമ്പർ കവറിനകത്തുള്ള 5 പാക്കറ്റുകളും അടക്കം 10 പാക്കറ്റുകൾ നമുക്ക് ലഭിക്കും. ഇവയ്ക്കൊന്നും ഒരു തകരാറും ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. നന്ദി.